ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റിസർച്ച് റിപ്പോർട്ടാണ്. എന്താണ് റിസർച്ച് റിപ്പോർട്ട്, എന്താണ് റിസർച്ച് റിപ്പോർട്ടിന്റെ ഫങ്ഷൻസ്, അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം റിസർച്ച് റിപ്പോർട്ട് എന്താന്നുള്ള കാര്യം നോക്കാം. എ റിസർച്ച് റിപ്പോർട്ട് ഈസ് ആൻ ഓറൽ പ്രസന്റേഷൻ ആൻഡ് ഓർ എ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് that has the purpose of communicating research findings, recommendations for courses of action, other findings to management or other specific audiences. Reporting is the end product of the research work. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറൽ പ്രസന്റേഷനോ അല്ലെങ്കിൽ റിട്ടൺ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഇതിന് രണ്ടിന്റെയും കോമ്പിനേഷനോ ആണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓഡിയൻസുമായിട്ട് റിസർച്ചിന്റെ ഫൈൻഡിങ്സ്, റെക്കമെൻഡേഷൻസ്, അതുപോലെ മറ്റു ഫൈൻഡിങ്സുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് മാനേജ്മെന്റിനോ അല്ലെങ്കിൽ മറ്റു സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസിനോ വേണ്ടിയിട്ടായിരിക്കും റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കാം. അത് ഓറൽ പ്രസന്റേഷൻ ആകാം, അല്ലെങ്കിൽ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആകാം. അപ്പൊ അതില് എന്താണ് ഈ ഒരു പ്രധാനമായിട്ടും ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുക? അതില് റെക്കമെൻഡേഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ ഫൈൻഡിങ്സ് ഉണ്ടായിരിക്കും, അതുപോലെ മറ്റു സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ റിപ്പോർട്ടിംഗ് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ റിസർച്ച് വർക്ക്. നമ്മുടെ റിസർച്ച് വർക്കിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റ് ആണ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് പ്രൊഡക്റ്റ് ആണ്, റിസർച്ചിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ആണ്. ഏതൊക്കെയാണ് ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ ഫങ്ഷൻസ്? ഒന്നാമതാണ് ഇറ്റ് സെർവ്സ് as a means to place the problem, data analysis, findings and conclusions in an organized and permanent form. A systematic record of research will serve as an essential reference for future research along with the related lines. അതായത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് പ്രോബ്ലംസ്, അതുപോലെ ഡാറ്റ അനാലിസിസ്, അതിന്റെ ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ്, അതൊക്കെ ഒരു ഓർഗനൈസ്ഡും അതുപോലെ പെർമനന്റ് ആയിട്ടുള്ള ഫോമിൽ കാണിക്കാനുള്ള ഒരു പ്ലേസ് ആണ് ഈ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഭാവിയിൽ ഇതുപോലത്തെ ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതേ ടോപ്പിക്കുമായിട്ട് എന്താണ് വീണ്ടും റിസർച്ച് കണ്ടക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതായത് ഫ്യൂച്ചറിൽ റിസർച്ച് ചെയ്യുന്നവർക്കുള്ള ഒരു എസെൻഷ്യൽ റെഫറൻസ് ആയിട്ട് ഈ ഒരു റിസർച്ചിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോ ഒരു സിസ്റ്റമാറ്റിക് റിസർച്ച് റെക്കോർഡാണെന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ റിസർച്ച് ചെയ്യുന്നവർക്ക് അത് നോക്കിയാണ്ട് റെഫർ ചെയ്യാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഇത് റിസർച്ചിന്റെ പ്രോബ്ലം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് അനാലിസിസ് ചെയ്ത ഇൻഫർമേഷൻസ്, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ് ഒക്കെ ഒരു ഓർഗനൈസ്ഡും അതുപോലെ പെർമനന്റ് ആയ ഫോമിൽ കാണിക്കാനുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇത് സിസ്റ്റമാറ്റിക് ആയുള്ള ഒരു റിസർച്ച് റെക്കോർഡായി സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ റിസർച്ച് വർക്ക് ചെയ്യുന്നവർക്ക് റെഫറൻസിനായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ. അടുത്ത രണ്ടാമതാണ് the research report helps to know the quality of the work done by the researcher. The report is the manifestation of the researcher's skill and presentation. അതുപോലെ റിസർച്ച് റിപ്പോർട്ട് റിസർച്ചർ വർക്ക്, അതായത് റിസർച്ചറെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കണം. അതായത് വർക്ക് ക്വാളിറ്റി, റിസർച്ച് ചെയ്ത വർക്കിന്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കാൻ ഈ റിസർച്ച് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പൊ ഒരു പ്രത്യേക റിസർച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ റിസർച്ചർ എത്രത്തോളം വളരെ വ്യക്തമായ രീതിയിൽ, ഉഷാറായ രീതിയിലാണ് ആ റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അതുപോലെ ദ റിപ്പോർട്ട് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ റിസർച്ചേഴ്സ് സ്കിൽ ആൻഡ് പ്രസന്റേഷൻ. അതുപോലെ റിസർച്ചർ സ്കില്ല്, അതുപോലെ അയാള് എങ്ങനെയാണ് ആ ഒരു പ്രസന്റേഷൻ ഒക്കെ ആ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായ രീതിയിൽ റിസർച്ച് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്തതാണ് ദ റിപ്പോർട്ട് ഹെൽപ്സ് ദ പോളിസി മേക്കേഴ്സ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആൻഡ് പോളിസി. ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ഇഫ് ദ റിപ്പോർട്ട് ഈസ് പ്രസന്റഡ് ഇൻ ആൻ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ. അതുപോലെ ഈ
റിസർച്ച് റിപ്പോർട്ട് പോളിസി മേക്കേഴ്സിനൊക്കെ അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് എടുക്കാൻ, അതായത് അപ്രോപ്രിയേറ്റ് പോളിസി തയ്യാറാക്കാനും അതുപോലെ ആക്ഷൻ എടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ റിസർച്ച് റിപ്പോർട്ടിൽ വ്യക്തമായ രീതിയിൽ റെക്കമെൻഡേഷൻസ് ഉണ്ടാകും, അതുപോലെ അതിൽ ഫൈൻഡിങ്സ് കാര്യങ്ങൾ കിട്ടും. അതിന്റെ ബേസിൽ പോളിസി മേക്കേഴ്സിന് വേണ്ട രീതിയിൽ പോളിസി തയ്യാറാക്കാനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഒന്നാമതാണ് ദ റിപ്പോർട്ട് ഹെൽപ്സ് ദ റിസർച്ചർ ടു കമ്മ്യൂണിക്കേറ്റ് ദ പ്രോബ്ലം, ദ മെത്തേഡ്, ഫാക്ട്സ് ആൻഡ് കൺക്ലൂഷൻസ് ആൻഡ് ദെയർ ഇന്റർ റിലേഷൻസ്. റിപ്പോർട്ട് റിസർച്ചർ സഹായിക്കുന്നുണ്ട്, അതായത് റിപ്പോർട്ട് ഹെൽപ്സ് ദ റിസർച്ചർ ടു കമ്മ്യൂണിക്കേറ്റ് ദ പ്രോബ്ലം, ദ മെത്തേഡ്, ഫാക്ട്സ്, കൺക്ലൂഷൻസ് ആൻഡ് ദെയർ ഇന്റർ റിലേഷൻസ്. അതായത് റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രോബ്ലംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ അതിലെ മെത്തേഡുകൾ, ഫാക്റ്റുകൾ, കൺക്ലൂഷൻസ്, അതിൽ വന്നുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ റിസർച്ചറെ റിപ്പോർട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമതാണ് ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ചർ ടു ഇവാലുവേറ്റ് ദ സക്സസ് ഓഫ് ഹിസ് റിസർച്ച് എഫേർട്ട്. അതുപോലെ വ്യക്തമായ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് റിപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ റിസർച്ചർക്ക് റിസർച്ച് ചെയ്ത വർക്ക് എത്രത്തോളം സക്സസ് ആണ്, അല്ലെങ്കിൽ റിസർച്ചറുടെ എഫേർട്ട് എത്രത്തോളം സക്സസ് ആണ് എന്നുള്ള കാര്യം ഈ ഒരു റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ റിസർച്ചർക്ക് വിലയിരുത്താവുന്നതാണ്. അടുത്തതാണ് ദ റിപ്പോർട്ട് റിവീൽസ് ദ റിസർച്ച് എബിലിറ്റി ഓഫ് ദ റിസർച്ചർ. അതുപോലെ ഒരു റിപ്പോർട്ട് റിവീൽ ചെയ്യുന്ന കാര്യം പറഞ്ഞാല് റിസർച്ചറെ എബിലിറ്റി ആണ്, അതായത് റിസർച്ചർക്ക് റിസർച്ച് ചെയ്യാനുള്ള എബിലിറ്റി കാണിക്കുന്നതായിരിക്കും ഒരു റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ റിസർച്ചറെ എങ്ങനെ ആയിരിക്കും അത് തന്റെ സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് വ്യക്തമായ രീതിയിൽ അതിൽ ഫൈൻഡിങ്സും കൺക്ലൂഷനും ഒക്കെ എത്തിയിട്ടുണ്ടാകുക എന്നുള്ള കാര്യമൊക്കെ അതിൽ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ കാണിച്ചിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു റിസർച്ചർ എബിലിറ്റി ആണ്. അടുത്താണ് the report is very much useful to policy makers and administrators for taking decisions and policies. അതുപോലെ റിപ്പോർട്ട് വളരെയധികം യൂസ്ഫുൾ ആകുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി മേക്കേഴ്സും അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സുമാണ്. അവർക്ക് ഡിസിഷൻസ് എടുക്കാനും പോളിസി എടുക്കാനൊക്കെ ഈ ഒരു റിസർച്ച് വർക്ക് വളരെയധികം സഹായകരമാകും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ടൈപ്സ് ഓഫ് റിപ്പോർട്ട് ആണ്. പ്രധാനമായിട്ടും രണ്ട് തരം റിപ്പോർട്ടാണുള്ളത്. ഒന്ന് ഓറൽ റിപ്പോർട്ടും രണ്ടാമത്തത് റിട്ടൺ റിപ്പോർട്ടും. ഓറൽ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ഓറൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയാ ഓറൽ റിപ്പോർട്ട് എന്ന് പറയാ. രണ്ടാമതാണ് റിട്ടൺ റിപ്പോർട്ട്. റിട്ടൺ അതായത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത പ്രിപ്പയർ ചെയ്തതാണ് റിട്ടൺ റിപ്പോർട്ട് എന്ന് പറയാം. ഈ റിട്ടൺ റിപ്പോർട്ടിനെ മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പോപ്പുലർ റിപ്പോർട്ട്, രണ്ടാമത്തത് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ, മൂന്നാമത്തത് ടെക്നിക്കൽ റിപ്പോർട്ട്. ഇങ്ങനെ മൂന്നെണ്ണം ഉള്ളത്. ഒന്ന് പോപ്പുലർ റിപ്പോർട്ട്, രണ്ടാമത്തത് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു അഡ്മിനിസ്ട്രേറ്റർ, മൂന്നാമത്തത് ടെക്നിക്കൽ റിപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഒന്ന് പോപ്പുലർ റിപ്പോർട്ട്. പോപ്പുലർ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ ദി യൂസ് ഓഫ് പോപ്പുലർ റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ ലെയ്മാൻ. ലെയ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിദഗ്ധൻ എന്നാണ് അർത്ഥം വരുന്നത്. ലെയ്മാൻ അവിദഗ്ധൻ, അത് വിദഗ്ധമല്ലാത്ത ആള് തയ്യാറാക്കുന്ന റിപ്പോർട്ടിനെയാണ് എന്താ പറയാ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയാം. അപ്പോ ഈ ഒരു വ്യക്തിക്ക്, അതായത് ഈ ഒരു റിസർച്ചിന്റെ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ടെക്നിക്കല് താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയായിരിക്കും. അതായത് അതിനെ കുറിച്ചൊന്നും അറിയാത്തൊരു വ്യക്തിയായിരിക്കും ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്ത് ആ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് അയാൾക്ക് യാതൊരുവിധ ഐഡിയ കാര്യങ്ങളൊന്നും വ്യക്തമായ രീതിയിൽ ഉണ്ടാകണമെന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു എക്സ്പ്ലെയിൻ ദ ബോർഡ് ഫാക്ട് ഫൈൻഡിങ്സ് റെക്കമെൻഡേഷൻ ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ എ ലൂസിഡ് ആൻഡ് സിമ്പിൾ ഫോം. അതുപോലെ ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും അതിന്റെ ബ്രോഡായുള്ള ഫാക്ടുകളും ഫൈൻഡിങ്സും റെക്കമെൻഡേഷൻസും മാത്രം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലും അതുപോലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും തയ്യാറാക്കുക. അപ്പൊ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു അതിവിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തി തയ്യാറാക്കുന്ന റിപ്പോർട്ടായിരിക്കും പോപ്പുലർ റിപ്പോർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ ആസ്പെക്റ്റിലൊന്നും അറിവില്ലാത്ത ഒരു വ്യക്തി തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് പോപ്പുലർ റിപ്പോർട്ട്. അയാൾ സ്വാഭാവികമായിട്ടും വല്ല ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ അറിയാത്തത് കൊണ്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഫാക്ടുകളും ഫൈൻഡിങ്സും റെക്കമെൻഡേഷൻസും ആയിരിക്കും എന്ത് ചെയ്യുക ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുക. അതുപോലെ ഇത് വളരെ സിമ്പിൾ ആയിട്ടും സിമ്പിളും അതുപോലെ ലൂസിഡ് ഫോമിലായിരിക്കും
അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. രണ്ടാമതാണ് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ. ദിസ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ യൂസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓർ എക്സിക്യൂട്ടീവ് ഓർ ഫോർ ഫെലോ റിസർച്ചർ. അതുപോലെ റിസർച്ച് ഫെലോസിന്, അതുപോലെ എക്സിക്യൂട്ടീവ്സിന്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടാകുക. ഇറ്റ് ഈസ് ഇന്റൻഡഡ് ഫോർ ടേക്കിംഗ് ഡിസിഷൻസ്. ഇറ്റ് വിൽ ഫോളോ ദ സമ്മറി ആൻഡ് ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ സ്റ്റഡി. അതുപോലെ ഇത് അവർക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എക്സിക്യൂട്ടീവ്സിനായാലും അഡ്മിനിസ്ട്രേറ്റേഴ്സിനായാലും അതുപോലെ റിസർച്ച് ഫെലോസിനൊക്കെ ആയി കഴിഞ്ഞാലും അവർക്ക് അടുത്ത ആക്ഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് എന്ത്, ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും അതുപോലെ എക്സിക്യൂട്ടീവ്സിനും റിസർച്ച് ഫെലോസിനൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന തരത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണിത്. ഓക്കെ, അപ്പോ ഇതില് പ്രധാനമായിട്ടും റിസർച്ച് സ്റ്റഡിന്റെ പ്രധാനപ്പെട്ട എല്ലാ കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ടാകും. അതായത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ടെക്നിക്കൽ ആയിട്ടും അതുപോലെ ചില സപ്പോർട്ടിംഗ് ഡാറ്റ ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ വ്യക്തമായ രീതിയിൽ സമ്മറി ഉണ്ടായിരിക്കും, അതുപോലെ ഈ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസും ഒക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് പ്രധാനമായിട്ടും സമ്മറി ഉണ്ടാവും, അതുപോലെ ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻസും ആണ് എന്തുണ്ടാവുള്ളൂ ഈ റിപ്പോർട്ടിൽ കാര്യമായിട്ട് ഉണ്ടാകുക. ഓക്കെ, അടുത്തത് ടെക്നിക്കൽ റിപ്പോർട്ടാണ്. ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിസർച്ചുമായി ബന്ധപ്പെട്ട് നല്ല വിദഗ്ധനായിട്ടുള്ള ഒരാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയാം. അയാൾ സ്വാഭാവികമായിട്ടും റിസർച്ച് മെത്തഡോളജിയിലും അതുപോലെ റിസർച്ച് ഫൈൻഡിങ്സ് ഒക്കെ തയ്യാറാക്കാനും അതുപോലെ ആ ഒരു കാര്യങ്ങൾ എങ്ങനെ തയ്യാറാക്കണം എന്ന് സംബന്ധിച്ച് ടെക്നിക്കലായിട്ടുള്ള അറിവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ അയാൾക്ക് ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കൺക്ലൂഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാനൊക്കെ കഴിയുന്ന വ്യക്തിയായിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ആയിരിക്കും. ആ റിപ്പോർട്ട് ഒരു റിസർച്ചിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉള്ള റിപ്പോർട്ടാണ്. അതുപോലെ ഈ റിപ്പോർട്ട് ചിലപ്പോ ജേർണൽസിൽ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 4 ആസ്പെക്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഈ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ടിൽ. ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, നേച്ചർ ഓഫ് ദ പ്രോബ്ലത്തിന്റെ നേച്ചർ. അതുപോലെ റിസർച്ച് മെത്തഡോളജി, ഈ സ്റ്റഡിക്ക് ഉപയോഗിച്ചിട്ടുള്ള റിസർച്ച് മെത്തഡോളജി ഏതാണ്, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഡാറ്റ അനാലിസിസ് ചെയ്ത കാര്യങ്ങൾ, അതുപോലെ അതിൽ നിന്നുള്ള റിസൾട്ടുകൾ, അതുപോലെ എന്ത് ഇൻഫറൻസസ് ആണ് റിസൾട്ടിൽ നിന്ന് ഡ്രോൺ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഇൻഫറൻസ് ആണ് നമ്മൾ ഈ ഒരു റിസൾട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ടെക്നിക്കൽ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ റിസർച്ച് റിപ്പോർട്ട് മീനിങ്, ഇമ്പോർട്ടൻസ്, ടൈപ്പ്. പ്രധാനമായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്, ഓറൽ റിപ്പോർട്ടും റിട്ടേൺ റിപ്പോർട്ടും. അതിൽ റിട്ടേൺ റിപ്പോർട്ടിൽ 3 തരമുണ്ട്. പോപ്പുലർ റിപ്പോർട്ട്, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ റിപ്പോർട്ട്. അതിൽ ആ പോപ്പുലർ റിപ്പോർട്ട് മാത്രം പല തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് പോപ്പുലർ റിപ്പോർട്ട്? പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ റിപ്പോർട്ട് ഈസ് എ പ്രിപ്പയർഡ് ഫോർ എ ലെയ്മാൻ. അതായത് ലെയ്മാൻ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് പോപ്പുലർ റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് വിദഗ്ധമല്ലാത്ത ആള് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ജനറലൈസ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രം അതിൽ ഉണ്ടാവുകയുള്ളൂ. അതായത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അയാൾ എന്തുണ്ടാവില്ല, വിദഗ്ധമല്ലാത്തതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഇതാണ് റെക്കമെൻഡേഷൻസ്, ഇതാണ് അതിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജനറലൈസ് ആയ രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.